ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോകുന്നില്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. എനിക്ക് നിങ്ങളോട് ഇന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ടോ? കാരണം ഞാൻ എന്തിനാ ജീവിക്കുന്നേ, ഞാൻ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല, ജീവിക്കാൻ തോന്നുന്നില്ല, അങ്ങനെ ഒരു തോട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയെങ്കിൽ ഒരു തെറ്റുമില്ല. ഈ 2 ദിവസം മുമ്പ് എനിക്ക് തോന്നിയുള്ളൂ. അത് 2 ദിവസം മുമ്പാണോ ഇന്നലെയാണോ ഓർമ്മയില്ല, എനിക്ക് തോന്നിയുള്ളൂ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, മടുത്ത്, ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചിട്ടാ എന്നൊക്കെ ഞാൻ തിങ്ക് ചെയ്തു. പക്ഷെ ഇന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ അത് മാറ്റിയാണ് ചിന്തിക്കുന്നത്. അതല്ല, എന്തേലും ആവട്ടെ, എന്തായാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റിലായി. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്, ചെയ്യിപ്പിക്കുന്നത് ഒക്കെ എൻ്റെ ഹോർമോൺ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. കൂടുതലും വിമന്റെ ബോഡിയിൽ ഹോർമോണായിട്ട് റിലേറ്റ് ചെയ്ത കുറേ പ്രോബ്ലംസും കാര്യങ്ങളും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ബോഡിയിൽ ഹോർമോണിൻ്റെ ഒരു അയ്യൊരു കളിയാണെന്നാണ്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഓരോ ടൈം ഓരോന്ന് തോന്നുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിപ്പോൾ ഞാൻ എന്നോട് പറയുന്നതല്ല, ഹോർമോൺ പറയുന്നതാണെന്ന് വെച്ച് ഞാൻ സമ്മതിക്കും. അതാണ് എൻ്റെ ട്രിക്ക്. പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ ഏത് ജെൻഡറിലുള്ള ആളാണെങ്കിലും ഏത് ഏജിലുള്ള ആളാണെങ്കിലും പലർക്കും പലപ്പോഴും ചിലപ്പോൾ ഇടക്കിടക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ജീവിക്കുന്നത്, മടുപ്പാണ് ലൈഫ് എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ എന്നിട്ടും ജീവിക്കുന്നുണ്ടല്ലേ. നമ്മൾ ഇന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ചിലപ്പോൾ മാറ്റിയായിരിക്കും ചിന്തിക്കുക, ചിലപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ തോട്ട് ആയിരിക്കും, പക്ഷെ നമ്മൾ ഇങ്ങനെ ജീവിക്കും. അങ്ങനെ തോന്നുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമില് അല്ല ഒരു ഡേ അങ്ങനെയൊക്കെ തോന്നുന്നതിനെ കൂടൊന്നും തെറ്റൊന്നുമില്ല. അതിപ്പോ കുറച്ച് കഴിഞ്ഞ് അത് മാറുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ തോട്ട് തന്നെ നിൽക്കുവാണെങ്കിൽ അത് ശരിക്കും ട്രീറ്റ്മെന്റ് ലെവലിലേക്കോ അല്ലെങ്കിൽ കൗൺസിലിംഗ് രീതിയിലേക്കോ വേണ്ട കാര്യങ്ങളാണ്. അതിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ തോന്നില്ലേ, ഒരു ടൈം ഇങ്ങനെ മടുത്തു പോലെ തോന്നും. അങ്ങനെ എനിക്ക് ഉണ്ടായ ഇൻസിഡന്റ് ഞാൻ പറയാം. എനിക്ക് മടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് യൂട്യൂബ് ഞാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഓൾമോസ്റ്റ് ഒരു 3 years ആയോ എന്നറിയില്ല, 2 years എന്തായാലും കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി റിയാക്ഷൻ റിവ്യൂ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കൂടുതലും റിയാക്ഷൻസ് ആ വീഡിയോ ആയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അന്നേരം ഞാൻ വർക്ക് ഫ്രം ഹോം ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് ചേഞ്ച് ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ എന്നോട് സജഷൻ വരുന്നു, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. പക്ഷെ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ചെയ്യാൻ വേണ്ടി പറ്റാത്തപ്പോൾ എനിക്കതൊരു വിഷമമായി. അപ്പം ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ ലൈഫ് സ്റ്റൈല്, ഇതുപോലത്തെ മോട്ടിവേഷൻ, അതുപോലെ ഇതുപോലത്തെ കുറച്ച് സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാനൊരു റീസ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ചാനൽ എന്ന് പറയുന്നത്. പക്ഷെ റീസ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഇങ്ങോട്ടായപ്പോഴും ഞാനൊന്ന് ഗ്രോ ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോഴും ചിലപ്പോൾ നന്നായിട്ട് ഡൗൺ ആയ പോലെ തോന്നുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ പിറകിൽ എന്നൊക്കെ ഞാൻ ഇങ്ങനെ സ്വയം പറയും. എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ പിറകിൽ, എത്ര കാലമായി ഞാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് കണ്ടാൽ തന്നെ മതി. അത് തന്നെ ഇന്ന് 10 പേര് കാണുന്ന വീഡിയോ നാളെ ഒരു 15 പേര് കണ്ടാൽ അത്ര മതി എനിക്ക്. അല്ലാതെ വലിയ അച്ചീവ്മെന്റ് ഒന്നും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല പെട്ടെന്ന് ഉണ്ടാവുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അത്രേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, ഡെവലപ്മെന്റ് മതി. പക്ഷെ അതുപോലെ ഇല്ലാതാകുമ്പോൾ ഞാൻ ഭയങ്കര തളർന്നു പോകും. എന്തിനാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രോബ്ലം ആയിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് തിങ്ക് ചെയ്യും ഞാൻ. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒക്കെ എൻ്റെ മനസ്സിൽ ആ കാര്യം ഉണ്ടാവും, എനിക്ക് റീച്ച് ഒന്നും ഇല്ലല്ലോ, എന്താ ചെയ്യുക, അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷെ അപ്പോഴും എന്താ ചെയ്യുക, എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ഡൗൺ ആവാൻ പാടില്ല, ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മളത് എങ്ങനെയെങ്കിലും നമുക്ക് കഴിയാവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്തില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് ഉണ്ടാവില്ലല്ലോ. ഞാനത് ഡ്രോപ്പ് ചെയ്തില്ലേ, എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നല്ലോ, അത് ഞാൻ ഡ്രോപ്പ് ചെയ്തില്ലേ, അത് ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നു, ഡ്രോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവുമായിരുന്നു, നല്ല ലൈഫ് ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ നമ്മൾ പിന്നീട് ആലോചിച്ചിട്ട് റിഗ്രറ്റ് ഉണ്ടാവുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക്
ഇങ്ങനെ ഒരു മടുപ്പ് തോന്നുന്ന ഒരാളാണ്, അല്ല ഒരു കാര്യത്തിൽ മടുപ്പ് തോന്നുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ലൈഫിനോട് തന്നെ മടുപ്പ് തോന്നുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ജോബിലാണെങ്കിൽ നമുക്ക് ചെയ്തിട്ട് മടുപ്പ്, ആ ജോബ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ എല്ലാവർക്കും ജോബ് ഇട്ടിട്ട് വേറെ ജോബിന് പോകാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ എന്തൊക്കെ ചെയ്യാം. ഇപ്പൊ ഒരു ജോബ് മടുപ്പുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഇപ്പൊ കുറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ബിസിനസ് ചെയ്യാം, സ്മോൾ സ്കെയിൽ രീതിയിലുള്ള ബിസിനസ് ചെയ്യാം, അങ്ങനെ പല 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 ഓപ്ഷൻസും ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ നോർമലി ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്ന മടുപ്പാണെങ്കിൽ അതിനെ വലിയ കാര്യമാക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നാളെ നമ്മളത് തിരിച്ചു ചിന്തിക്കും. നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത് എന്ന് നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് വന്നാലും, നിന്റെ മൈൻഡ്, അതായത് ഓരോരുത്തരും പേഴ്സൺ പറയേണ്ട കാര്യമാണ്, നിന്റെ മൈൻഡ് നിന്നോട് അങ്ങനെ പല കാര്യങ്ങളും പല സിറ്റുവേഷനിലും പല രീതിയിലും പറയും. പക്ഷെ നീ അത് വിചാരിച്ച് അത് കേട്ടിട്ട് ഗിവ് അപ്പ് ചെയ്യാൻ നിൽക്കരുത്. നിന്റെ ആഗ്രഹം, നിന്റെ പാഷൻ, നിന്റെ ഹാപ്പിനെസ് എല്ലാം നീ മനസ്സിലാക്കണം. അപ്പോൾ മുന്നോട്ട് പോവുക. എന്ത് കാര്യമാണെങ്കിലും, നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും പഠിച്ചിട്ടൊന്നും സെറ്റായില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ആണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോവാം. പക്ഷെ ആ മുന്നോട്ട് പോകുന്നതിന്റെ കൂടെ നമുക്കൊരു കാര്യം നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാം സക്സസ് ആവില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് നമുക്ക് ഭയങ്കര സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു ലൈഫൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു ബാക്കപ്പ് പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നു. ബാക്കപ്പ് പ്ലാൻ ഇൻ ദ സെൻസ്, നമ്മൾ ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ ഇത് പഠിച്ച് ഇങ്ങനെ പോയി, ഇനിയിപ്പോൾ അത് സെറ്റായില്ല, എനിക്ക് ഈ ഒരു റൂട്ട് പിടിക്കാം എന്നുള്ളൊരു ബാക്കപ്പ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കി വെക്കണം. എല്ലാത്തിനും അങ്ങനെ പറ്റുമൊന്നുമില്ല, പക്ഷെ പറ്റാവുന്നതിനൊക്കെ നമ്മൾ അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആഗ്രഹത്തിനോട്, നമ്മുടെ ഇഷ്ടത്തിനോട്, നമ്മുടെ പാഷനോട്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളോട് നമ്മൾ കൂട്ടുകൂടി മുന്നോട്ട് പോയി ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താൻ നോക്കി. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ വർക്കൗട്ട്, അതുപോലെ ജിം വർക്കൗട്ട്, യോഗ, മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിനെ ഭയങ്കര റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഫ്രണ്ട്സിനോട് സംസാരിക്കുക, ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നമ്മൾ ഇതാവുക, ആൾക്കാരോട് കുറെ സംസാരിക്കുക, ഇതൊക്കെ നമുക്ക് ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എത്രയൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ മടുപ്പ് തോന്നിയെന്നായാലും ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ, ഞാൻ ഇപ്പൊ പറഞ്ഞു ഓൾറെഡി, നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു രീതിയിൽ മടുപ്പ് അങ്ങ് തോന്നി നമുക്ക് ലൈഫ് തകർന്നു നമുക്ക് മാസങ്ങളോളം ആഴ്ചകളോളം തോന്നുന്നുണ്ടെങ്കിൽ അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. അത് നമ്മൾ കൗൺസിലിങ് അതുപോലെ പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അല്ലാത്ത രീതിയിൽ ഇങ്ങനത്തെ മടുപ്പാണെങ്കിലും ഇന്ന് നമുക്ക് അങ്ങനെ തോന്നിയാലും നാളെ നമ്മൾ തിരിച്ചു വരുന്ന നമുക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ അത് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ആഡ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മടുപ്പ് കുറേയൊക്കെ കുറക്കാം. എങ്കിലും മടുപ്പ് വരും. ഇപ്പൊ നമ്മൾ ചെയ്ത ആ റൂട്ടീൻ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മടുക്കും. പക്ഷെ എന്നിരുന്നാലും ഒരിക്കലും നമ്മുടെ ലൈഫ് നമ്മൾ മടുത്ത് എന്ന് പറഞ്ഞങ്ങ് ജീവിക്കാൻ പാടില്ല. കാരണം നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കില്ല. ഇനി എപ്പോഴും നമ്മുടെ ജീവൻ പോകുന്നു അതുവരെ ഉള്ളൂ നമുക്ക് ഈ ലോകത്ത് സമയം. ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കിയും കണ്ട് നമ്മൾ ചെയ്യുക, സന്തോഷിക്കുക, സമാധാനത്തിലിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്റെ എക്സ്പീരിയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും കുറച്ച് അങ്ങനത്തെ ഒക്കെ ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് അഭിപ്രായം ഒക്കെ ഉള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.